വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളെല്ലാം ഈ വേദിയിൽ എത്തുന്നത്. ദേശാഭിമാനിക്ക് അതിൻ്റെ ആദ്യ പതിപ്പ് 1942 വാരികയായി ഇറങ്ങിയ കോഴിക്കോട് ദേശാഭിമാനിയുടെ വളർച്ചയുടെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് ഈ പുതിയ സൗകര്യമുള്ള കെട്ടിടവും പുതിയ ടെക്നോളജി ഉൾക്കൊള്ളുന്ന പ്രിൻറ്റിംഗ് പ്രസ്സും ഇപ്പോഴിവിടെ ഒരുക്കി ഉദ്ഘാടനം ബഹുമാന്യനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പ്രിൻറ്റിംഗ് പ്രസ്സിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നിങ്ങളെല്ലാം സമ്മതത്തോടെയും പങ്കാളിത്തത്തോടെയും നിർവഹിച്ചതായിട്ട് ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. ഒരു സുദീർഘമായ പ്രസംഗത്തിനൊന്നും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പ്രസക്തിയില്ല. കാരണം നിരവധിയായ നേതാക്കൾ ഇവിടെ സംസാരിക്കാനുണ്ട്. അവരെല്ലാം കുറേശ്ശെ പറഞ്ഞാൽ തന്നെ ഒരുപാട് സമയം വേണ്ടിവരുമെന്നുള്ളതുകൊണ്ട് ഞാനൊരു സുദീർഘമായ പ്രസംഗത്തിലേക്കൊന്നും കടക്കുന്നേയില്ല. 1935 ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിഫലിപ്പിക്കാൻ സാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രസിദ്ധീകരണം കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഉണ്ടായത്. അത് യഥാർത്ഥത്തിൽ ആരംഭിച്ചത് പ്രഭാതം എന്ന നിലയിലുള്ള പ്രസിദ്ധീകരണം. അത് ഷൊർണൂരിൽ നിന്നാണ് ആരംഭിച്ചത്. ഷൊർണൂർ ഈ ഇടതുപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന ചില പ്രമുഖരായ വ്യക്തികളുടെ കേന്ദ്രം എന്ന നിലയിലാണത് ആദ്യം അവിടെ നിന്ന് ആരംഭിച്ചത്. അതിനൊരു ചരിത്രമുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കുകയില്ല. ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോഴാണ് പത്രവും പ്രസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം മനസ്സിലാകുക. ഷൊർണൂരിൽ നിന്ന് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച കൊല്ലം എന്ന് പറഞ്ഞാൽ 34 രൂപീകരിച്ചു. 35 യഥാർത്ഥത്തിൽ പ്രഭാതം പത്രം ആരംഭിച്ചു. ഇതിൻ്റെ പിന്നിൽ അതാണ്. അതിൽ EMS ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെയാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖ നേതൃത്വത്തിലാണ് ഇവരെല്ലാം ഉള്ളത്. കൃഷ്ണപ്പള്ളി അതെ, അതുപോലെ തന്നെ EMS അതെ, കെ ദാമോദരൻ അതെ, NC ശേഖരൻ അതെ, ഇവരൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. അങ്ങനെ 9 മാസക്കാലം ഷൊർണൂരിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പ്രഭാതം പത്രം നിന്നു. അതിനുശേഷമാണ് ഇവിടെ പിണറായി പറഞ്ഞതുപോലെ 1937 ഒരു പച്ചക്കറി പീടികയുടെ മേലെ 4 ആളുകൾ മാത്രം ചേർന്ന പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഘാട്ടയും ചേർന്ന് 5 പേര് CPIയുടെ ആദ്യത്തെ കേരളത്തിലെ ഘടകം ഒരു സെല്ല് രൂപീകരിച്ചു. ബ്രാഞ്ച്, ഇപ്പം ബ്രാഞ്ച് എന്നാണ് പറയുക, അന്ന് സെല്ലാണ്. അത് 37 സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ആശയത്തിൻ്റെ പ്രചാരവേല വളരെ ഗൗരവപൂർണമായി കൈകാര്യം ചെയ്യപ്പെടേണ്ടുന്ന ഒന്നാണ് എന്ന് മാർസിൻ്റെയും എംഗൽസിൻ്റെയും ലെനിൻ്റെയും മാവോയുടെയും ഉൾപ്പെടെയുള്ള ഹോച്ചിമിൻ്റെ ഉൾപ്പെടെയുള്ള ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ അത് അനിവാര്യമായ ഒന്നായിട്ട് അവരെല്ലാം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവിടെയും അത് തന്നെയാണ്. ഇതെല്ലാം പരിശോധിക്കുന്ന ഒരു ചരിത്രം തന്നെ പരിശോധിക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. 37 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെല്ല് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ടതിന് ശേഷം അതിൻ്റെ ആശയ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ 38 ഇവിടെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് പ്രഭാതം. അത് 39 അവസാനമാകുമ്പോഴേക്ക് പാറപ്പുറം സമ്മേളനത്തിൽ, പിണറായിയിലെ പാറപ്പുറം സമ്മേളനത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ സമ്മേളനം വിളിച്ചു ചേർത്തിട്ട്
അതിൻ്റെ അവസാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണമായിട്ട് മാറിയ സാഹചര്യത്തിലാണ് യഥാർത്ഥത്തിൽ വിപുലമായ നിലയിലുള്ള കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ ആശയ പ്രചരണത്തിന് കേരളം അനിവാര്യമായി കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ദേശാഭിമാനി 1942 വാരികയായി കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ കോഴിക്കോടാണ് ഇതിൻ്റെ കേന്ദ്രം. കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരിക്കുകയാണ്. കോഴിക്കോട് തന്നെ പ്രസിദ്ധീകരിച്ച് അത് വാരികയാണ്. പിന്നീട് ഏതാണ്ട് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ അവസാന ഘട്ടം, ശക്തിയായ പോരാട്ടങ്ങളും സമരങ്ങളും നടന്നു വന്ന, നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കയ്യൂര് ഉൾപ്പെടെയുള്ള ചരിത്രപ്രസിദ്ധമായ വ്യക്തിസാക്ഷിത്വത്തിൻ്റെ ഘട്ടം കൂടി പിന്നിട്ടപ്പോൾ മൊറാഴ സംഭവത്തിൻ്റെ ഭാഗമായി KPR ഗോപാലിന് ഉൾപ്പെടെ തൂക്കാൻ വിധിച്ചപ്പോൾ അതിനെല്ലാം പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്ന് തന്നെയാണ് 1946 സ്വാതന്ത്ര്യത്തിന് ഒരു കൊല്ലം മുമ്പ് ദേശാഭിമാനി ഡെയിലിയായി, ദിനപത്രമായി മാറുന്നു. ഇതിന് പിന്നിലുള്ള ഒരുപാട് ചരിത്രമുണ്ട്. ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കടക്കാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. അവിടെയാണ് യഥാർത്ഥത്തിൽ സിലോണിനുൾപ്പെടെ പോയി AKG നടത്തിയിട്ടുള്ള ഫണ്ട് പിരിവും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശാഭിമാനിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അതിന് കണ്ടുകിട്ടുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതിനെതിരായിട്ട് അത് വന്നവിടെ നേരത്തെ പറഞ്ഞല്ലോ, വാർത്തകൾ പ്രസിദ്ധീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെ ദേശാഭിമാനി നിരോധിച്ചിട്ടുണ്ട്, പിഴയടക്കാൻ വിധിച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടാണ് പിടിയേരി ഉൾപ്പെടെ പിരിക്കാനും ചെറിയ പൈസ ശേഖരിക്കാനുമൊക്കെ പാർട്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു ഫണ്ട് പിരിവ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് സഖാവ് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പാലോറ മാത എന്ന കർഷക സ്ത്രീ തനിക്കൊന്നും ചെയ്യാനില്ലല്ലോ എന്ന് വന്നപ്പോൾ കൊടുത്തത്. പിന്നീട് സഖാവ് പരസ്യമായിട്ട് ലേലം ചെയ്ത് വിൽക്കുക ചെയ്ത് അവിടെ അതുവരെ നിർത്തിയിട്ട് നല്ല പൈസയാണ് കിട്ടിയത്. ഞാനിതിവിടെ പറയാൻ കാരണം EMSന്റെ കുടുംബ വിഹിതമായി കിട്ടിയ സ്വത്ത് മുഴുവൻ വിറ്റ് കിട്ടുന്ന പണമാകെ അന്നത്തെ ഒരു 60,000-ലധികം വരും, 60,000-ലധികം രൂപ. ആ പണം മുഴുവൻ ദേശാഭിമാനിക്ക് വേണ്ടി നൽകുമ്പോൾ, പാർട്ടിക്ക് വേണ്ടി നൽകുമ്പോൾ സഖാവ് EMS പറയുന്ന ഒരു അനുസ്മരണമുണ്ട്. ആ അനുസ്മരണത്തിൽ പറയുന്നത്, എന്നെ ഈ നിലയിലേക്ക് ചിന്തിപ്പിച്ചത് പാലോറ മാത എന്ന ഒരു കർഷക സ്ത്രീ തൻ്റെ സർവസ്വവുമായ ഒരു പശുക്കിടാവിനെ ദേശാഭിമാനിക്ക് വേണ്ടി നൽകുന്നു എന്ന വാർത്ത അത് മനസ്സിലാക്കിയിട്ടുള്ള എനിക്ക് എൻ്റെ സ്വത്ത് വിൽപ്പന നടത്തിയിട്ട് പാർട്ടിക്കല്ലാതെ ആർക്കാണ് നൽകാനാവുക എന്ന ചോദ്യം EMSന്റെ ചോദ്യം. അതാണ് അതിൻ്റെ. അപ്പം നമ്മൾ കാണേണ്ടത് ഒരു പശുക്കിടാവിനെ കൊടുത്തു എന്ന് മാത്രമല്ല, അത് ഈ സമൂഹത്തിലുണ്ടാക്കിയിട്ടുള്ള ആശയ തലത്തിലുള്ള സ്വാധീനം എത്രയാണ്. ആ സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടാണ് സഖാവ് EMS ഉൾപ്പെടെ തൻ്റെ സ്വത്ത് വിറ്റ് കിട്ടുന്ന സ്വത്ത് മുഴുവൻ ദേശാഭിമാനിക്ക് നൽകുന്നതിന് വേണ്ടി തീരുമാനിച്ചത് എന്ന് സഖാവ് EMS തന്നെ അനുസ്മരിക്കുന്നു. ഇങ്ങനെ ജനങ്ങളുടെ ചെലവിൽ, ഞാൻ അങ്ങനെ തന്നെയാണ് അതിനെ പറയുന്നത്, ജനങ്ങളുടെ ചെലവിൽ പ്രവർത്തിക്കുന്ന മൂലധനം എന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം തന്നെ സൂക്ഷ്മമായി പരിശോധിച്ച് നോക്കിയാൽ പണമൂലധനത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇവിടെ ഈ എല്ലാ അർത്ഥത്തിലുമുള്ള ദേശാഭിമാനിയുടെ വളർച്ചയിൽ നാഴികക്കല്ലായി നിന്നിട്ടുള്ള ഓരോന്നിൻ്റെയും പടിയായ വളർച്ച പരിശോധിച്ചാൽ യഥാർത്ഥ ജനങ്ങളുടെ ചെലവിലുള്ള, ജനങ്ങളാണിതിൻ്റെ, ഞാൻ മുതലാളി എന്ന് പറയാത്തത് ബോധപൂർവമാണ്, ആ പദം ഉപയോഗിച്ചാൽ ശരിയാവില്ല. യഥാർത്ഥത്തിൽ ജനങ്ങളാണിതിൻ്റെ അവകാശി, ഉടമ. മുതലാളി എന്ന് പറയുന്നത് നമ്മൾ വ്യത്യാസമുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആ പദം ഉപയോഗിച്ചത്. ഉടമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദേശാഭിമാനിക്ക് കൃത്യമായ പക്ഷപാതപരമായ നിലപാടുണ്ട്. മറ്റെല്ലാ വാർത്താ മാധ്യമങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ. ഞാൻ അവസാനം പറഞ്ഞത് ബോധപൂർവമാണ്. കാരണം നാളത്തെ പത്രത്തിൽ ദേശാഭിമാനിക്ക് പക്ഷപാതപരമായ നിലപാടുണ്ട് എന്ന
വാർത്ത വരുമ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടൊരു കാര്യവും കൂടി വ്യക്തമാക്കണമെന്നുള്ളത് കൊണ്ടാണ് മറ്റെല്ലാ മാധ്യമങ്ങളെയും പോലെ തന്നെ എന്ന് ഞാൻ പറഞ്ഞു വെച്ചത്. അതിൻ്റെ അർത്ഥം എല്ലാ മാധ്യമങ്ങൾക്കും അവരുടെ വർഗപരമായ കാഴ്ചപ്പാടുണ്ട്. ആ വർഗപരമായ ഉള്ളടക്കത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള വാർത്താ ശൃംഖലയുടെ കൃത്യമായ മാനേജ്മെന്റ് സംവിധാനമുണ്ട്. അത് മൂലധനം ആരാണോ നിക്ഷേപിക്കുന്നത്, ആ മൂലധനം നിക്ഷേപിക്കുന്നവരുടെ വർഗ താൽപര്യ സംരക്ഷണം നിലനിർത്തുന്നതിനുതകുന്ന ആശയ സംഹിതയെ രൂപപ്പെടുത്തുക, ആശയത്തെ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ലോകത്തെവിടെയും ഇപ്പോഴ് ഈ മൂലധന ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം. എന്ന് പറഞ്ഞാൽ മൂലധന ശക്തികൾക്ക് മൂലധനത്തെയും മൂലധനത്തിൻ്റെ ആധിപത്യത്തെയും, കൃത്യമായിട്ട് പറഞ്ഞാൽ സമ്പന്നർ കൂടുതൽ സമ്പന്നരാകുക, ദരിദ്രർ കൂടുതൽ ദരിദ്രരാകുക എന്ന മുതലാളിത്ത പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് ലോകം. സോഷ്യലിസ്റ്റ് രാജ്യങ്ങൾ പുറത്ത്, സോഷ്യലിസ്റ്റ് രാജ്യങ്ങളെ ഒഴിച്ചു നിർത്തി ബാക്കി എല്ലാ മുതലാളിത്ത രാജ്യങ്ങളും ഈ ലോകത്ത് ഇപ്പോൾ നിലകൊണ്ടിരിക്കുന്നത്.